ഹലോ എല്ലാവർക്കും നമസ്കാരം. ശ്രീതോഷനാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഫിൻലാൻഡിലെ നമ്മൾ അറ്റ്മോസ്ഫിയറും അതുപോലെ വർക്ക് എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ, അതുപോലെ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ, യൂറോപ്യൻ കൾച്ചറിനെ കുറിച്ച് അറിയാം, വർക്ക് അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് അറിയാം, വർക്ക് നേച്ചറിനെ കുറിച്ച് അറിയാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ വന്നിരിക്കുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ, നാട്ടിൽ നിന്ന് വെൽഡറായിട്ട്, അപ്പോൾ നാട്ടിലത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വേറെയാണ്. നാട്ടിൽ നമ്മൾ കുറേ പണിയെടുത്ത് കൊടുക്കുക, അങ്ങനെ അത് കുറേ പ്രൊഡക്ഷൻ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മുടെ രീതി. അവിടുത്തെ റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുക, അതായത് ഒട്ടും റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുക, അങ്ങനെയൊക്കെയാണ് അവിടുത്തെ രീതി. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ, അതായത് ഫിനിഷ് മാനേജ്മെൻ്റ് ആയിരിക്കണം. അതായത് എസ്ട്രോണിയം മാനേജ്മെൻറ്റോ വേറെ ഏതെങ്കിലും കൺട്രിയുടെ മാനേജരോ ആയി കഴിഞ്ഞാൽ അവരവരുടെ കൺട്രിയിലത്തെ സ്വഭാവം വെച്ചിട്ട് അവരുടെ ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും ഇവിടെ പെരുമാറുക. പക്ഷേ ഫിൻലാൻഡ് മാനേജ്മെൻറ്റ് ഒരിക്കലും നിങ്ങളോട് കുറേ വർക്ക് ചെയ്തു തരണം, നിങ്ങൾ ഇന്ത്യ പോലെ വർക്ക് ചെയ്തു തരണം എന്ന് അവർ പറയില്ല. ഇന്ത്യയിൽ നിന്ന് ആളെടുക്കുന്നത് തന്നെ അവരുടെ ലക്ഷ്യം കുറച്ചുകൂടി പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആയാലും ശരി, പക്ഷെ നമ്മൾ ഒരുപാട് വർക്കിംഗ് ചെയ്തവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം കൂടി ഇല്ല. ഒരു മീഡിയം ലെവലിലൊക്കെ ജോലി ചെയ്യുക. പിന്നെ കോഫി ബ്രേക്ക് ഉണ്ട് ഇവിടെ, അതുപോലെ ലഞ്ച് ബ്രേക്ക്, അതൊക്കെ കറക്റ്റായിട്ട് ടൈമിൽ എടുക്കുക. അവർക്ക് പോലും ഇത് എടുക്കാതെ ജോലി ചെയ്യുമ്പോൾ, ഇവിടെ കുറേ പേര് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ എന്നെ കണ്ടിട്ട് ആണ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ടീ ബ്രേക്കിന് പോലും പോവാതെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നാട്ടിൽ നിങ്ങൾ ഗൾഫിലൊക്കെ പോലെ കുറേ മലയാളി സൂപ്പർവൈസർമാരുടെ കീഴിൽ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കുറച്ചൊക്കെ ഇങ്ങനത്തെ ഓരോ ഇതുകളൊക്കെ ഇവിടെ വന്ന് ചെയ്യുന്നത്. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഇത് കിട്ടാൻ പോകുന്നില്ല. അതായത് ഫിനിഷ് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഇവിടെ കിട്ടില്ല. അതായത് വർക്ക് ചെയ്യുന്നത് നന്നായിട്ട് നിങ്ങൾ പണിയെടുത്ത് നിങ്ങൾ സ്ട്രെസ് മുഴുവൻ അതിലെടുത്ത് മാക്സിമം നിങ്ങൾ വർക്ക് മുട്ടിച്ച് നിങ്ങളുടെ മാക്സിമം എഫർട്ട് എടുത്ത് പണിത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങളുടെ ശരീരത്തിന് തന്നെയാണ് ബാധിക്കുക. പക്ഷേ ഇപ്പം ഇത് ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടാവും എന്നെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർക്ക് പറ്റില്ല. എന്നാൽ ബാക്കിയുള്ളവർക്ക് മണ്ടന്മാരാണ് എന്നുള്ള ചിന്ത അത് ഒഴിവാക്കുക. കാരണം ഞങ്ങൾ ഇത് ഈ പല ഫോർമാറ്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. അത് ഞാൻ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് അറിയാം ഞാൻ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സംസാരിക്കാനായിട്ട് പ്രാപ്തനാണ് എന്നുള്ള നിലയ്ക്കാണ്. കാരണം ഞാൻ ഈ ഫീൽഡിൽ 19 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. മെറ്റൽ ഇൻഡസ്ട്രീനെ കുറിച്ചാണ് പറയുന്നത്, ഓൾ മെറ്റൽ ഇൻഡസ്ട്രി. ഞാൻ വെൽഡറാണ്. അപ്പോൾ മെറ്റൽ ഇൻഡസ്ട്രിയിൽ പെടുന്നൊരു വിഷയമായതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു മാത്രം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. നിങ്ങൾ കുറേ ഇങ്ങനെ എഫർട്ട് എടുത്ത് ഇവിടെ വന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെങ്ങനെയാണോ ചെയ്യുന്നത് അവരെക്കാളും കുറച്ചുകൂടി കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾക്കൊരു 10 പീസ് പ്രൊഡക്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ 50 പീസ് നിങ്ങൾ ചെയ്ത് കാണിച്ചു അത് കൊടുത്തിട്ട് ലാസ്റ്റ് അവരെന്താ വിചാരിക്കുന്നത്, അവർ പഴയ ആളുകളൊക്കെ ഫേക്കാണ്, നിങ്ങളിപ്പോൾ വന്നിട്ടുള്ള ആൾക്കാർ ആണ് ശരിയായിട്ടുള്ള ആൾക്കാർ എന്ന് വിചാരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുക. മാക്സിമം ആൾക്കാരെ ഉപദ്രവിക്കാതെ ജോലി ചെയ്യുക. പല സ്ഥലങ്ങളിലും നോർമലായിട്ട് പോവുക. ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല ഇതുവരെ. അപ്പോൾ നല്ല രീതിയിൽ പോവുക, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക, വർക്കേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇവിടെ നല്ല ഹെൽപ്ഫുള്ളാണ്. വർക്ക്ഷോപ്പുകളിലായാലും ജോലി സ്ഥലത്തായാലും എല്ലാവരും നല്ല കോവർക്കേഴ്സ് എല്ലാവരും ഭയങ്കര ഫ്ലെക്സിബിൾ ടൈമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഏത് സമയത്തും വരാൻ പറ്റുന്ന, പിന്നെ അതുപോലെ നിങ്ങൾ ഷിഫ്റ്റ് 2 ഷിഫ്റ്റാണ് പോകുന്നത്. അപ്പോൾ വന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്തിന് ലീവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 40 hours കംപ്ലീറ്റ് ചെയ്താൽ മതി. അതിൽ ആഡ് ചെയ്യുക. നെക്സ്റ്റ് ഡേ നിങ്ങൾ 1 hour 2 hours കൂട്ടി ജോലി ചെയ്യുക. അപ്പോൾ അങ്ങനെ 40 hours 8 ഡേയ്സിനുള്ളിൽ 5 ഡേയ്സിനുള്ളിൽ ആക്കിയാൽ മതി. മൺഡേ ടു ഫ്രൈഡേ ആണ് ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സ്.
സാറ്റർഡേ സൺഡേ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളിലും ഓഫ് ഡേ ആയിരിക്കും, ഹോളിഡേയ്സ് ആണ്. നല്ല ഹോളിഡേ പേ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അക്കോർഡിംഗ് ടു ദ കോൺട്രാക്ട്. അതായത് പല ടൈപ്പ് കോൺട്രാക്റ്റുകളാണ് ഉള്ളത്. ഇനിയിപ്പോൾ കോൺട്രാക്റ്റിനെ കുറിച്ച് പറയാം. കോൺട്രാക്റ്റുകൾ നിങ്ങൾ പെർമനന്റ് സ്റ്റാഫ് ആണെങ്കിൽ ഏജൻസി പെർമനന്റ്, അതായത് കമ്പനി പെർമനന്റ് ഉണ്ട്, ഏജൻസി പെർമനന്റ് ഉണ്ട്. വളരെ റയറായിട്ടുള്ള കമ്പനികൾ മാത്രമേ നിങ്ങൾ ഡയറക്റ്റ് സ്ട്രെയിറ്റ് പെട്ടെന്ന് എടുക്കുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് ഓഫറുകൾ വന്നിട്ടുണ്ട്, പക്ഷേ സാലറി കുറവായതിനാൽ ഞാൻ പോകാൻ തയ്യാറായില്ല. അപ്പോൾ എനിക്ക് ഹെൽസിംഗിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു, പല സ്ഥലങ്ങളിൽ എനിക്ക് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. സാലറി കുറവായതിനാൽ ഞാൻ പോയില്ല. പിന്നെ ഏജൻസി വർക്കുകൾക്ക് അതായാലും നമുക്ക് പെർമനന്റ് സ്റ്റാഫായിട്ട് നമുക്ക് ജോബ് കിട്ടും. പെർമനന്റ് സ്റ്റാഫിൽ അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും ഇത്ര മാസം ട്രയൽ പീരീഡ്, ഇത്ര മാസം പ്രൊഫഷൻ പീരീഡ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പെർമനന്റ് ആയി. അപ്പോൾ ഈ ട്രയൽ പീരീഡും പ്രൊഫഷൻ പീരീഡ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത്. കാരണം നിങ്ങളൊരു അത്യാവശ്യം ഒരു 70-80% ജോലിക്കാരനാണെങ്കിൽ നിങ്ങളെ അവർ വർക്കിന് വെച്ചിരിക്കും. അതിലും താഴെ നിങ്ങൾ പോകാതിരിക്കുക. 100% മേലേക്കും പോകരുത്. അപ്പം നിങ്ങൾക്ക് തന്നെയാണ് ബാധിക്കുക. അതായത് നമ്മളൊരു നല്ലൊരു നോർമലായിട്ട് ജോലി ചെയ്യുക, അത്രേ ഇവിടെ ആവശ്യമുള്ളൂ ഫിൻലാൻഡിൽ. അതിന് മേലെ നിങ്ങൾ ജോലി ചെയ്ത് ഒരാൾക്ക് ഇവിടെ കാണിച്ചു കൊടുക്കരുത്. അത് നിങ്ങളുടെ ലൈഫിനെ തന്നെ ബാധിക്കും. ഇവിടെ അതിന് മേലെ അവർ നിങ്ങൾക്ക് തന്നെ പ്രഷർ തരും. നിങ്ങൾ ബാക്കിയുള്ളവരെ അവർ നോക്കില്ല, ബാക്കിയുള്ളവരെ വെച്ചിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യില്ല. ഇതാണ് ഇവിടുത്തെ ക്വാളിറ്റി. ഓക്കെ, ഫിൻലാൻഡ് മാനേജ്മെന്റ് ക്വാളിറ്റി അതാണ്. വേറെ എസ്റ്റോണിയൻ കമ്പനിയാണെന്നും നമുക്കറിയില്ല. അത് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എസ്റ്റോണിയൻ കമ്പനികളിൽ, എസ്റ്റോണിയൻ മാനേജ്മെന്റ് കീഴിൽ. അവർ നമ്മുടെ ഒരു ബീഹാറികളുടെ പോലത്തെ ഒരു ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അവർ ഡിഫറെൻറ്റ് സ്റ്റൈൽ, ഇത് ഫിനിഷുകാർ ഒരു സ്റ്റാൻഡേർഡ് ലെവലാണ് ഇവരുടെ ജോബും അറ്റ്മോസ്ഫിയറും എല്ലാം. പിന്നെ കോൺട്രാക്റ്റ് ആണെങ്കിൽ ഇങ്ങനെയാണ്. കോൺട്രാക്റ്റ് പലതരം കോൺട്രാക്റ്റുകളുണ്ട്. ഫിക്സ്ഡ് ടൈം കോൺട്രാക്റ്റുകളുണ്ട്. അത് ഫിക്സ്ഡ് ടൈം എന്ന് പറയുമ്പോൾ 6 മാസത്തേക്ക് എടുക്കുക, അല്ലെങ്കിൽ 3 മാസത്തേക്ക് എടുക്കുക, അങ്ങനെ. അത് നമ്മുടെ കോൺട്രാക്ട് ലെറ്റർ കിട്ടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ഇംഗ്ലീഷ് അറിയാത്തവർ അതിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് നോക്കുക. അതൊക്കെ നോക്കി കറക്റ്റായിട്ട് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ കമ്പനിയിലേക്ക് പോവുക. പിന്നെ ഈ പെർമനന്റ് കോൺട്രാക്റ്റിൽ എല്ലാതും ആനുവൽ ഹോളിഡേ, എല്ലാ ഹോളിഡേയും പെടും. ഫിൻലാൻഡ് ലോ പ്രകാരം നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ മെഡിക്കൽ എക്സ്പെൻസ്, ഇതൊക്കെ എനിക്ക് ഇവിടെ ഞാൻ ഏജൻസി വർക്കറാണ്. ഇപ്പോൾ നേരത്തെ കമ്പനി സ്റ്റാഫായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് കമ്പനിയിൽ ഡയറക്റ്റ് കിട്ടിയില്ല, ഏജൻസി ആയിട്ട് കിട്ടിയത്. ഏജൻസി ആയാലും പെർമനന്റ് സ്റ്റാഫാണ്. അതിലെ കമ്പനിയുടെ പോലെ തന്നെയുള്ള ഓഫറും അല്ലാതും അവർ തരുന്നുണ്ട്. മെഡിക്കൽ എക്സ്പെൻസ് ആണെങ്കിലും മെഡിക്കൽ എക്സ്പെൻസ് ഫ്രീ ആണ്. മെഡിക്കൽ ലീവ് എല്ലാതും ഫ്രീ ആണ്. പിന്നെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. നല്ല അറ്റ്മോസ്ഫിയറാണ് ഫിൻലാൻഡിൽ ജോലി ചെയ്യാനായിട്ട്. വലിയ ബുദ്ധിമുട്ടില്ലാതെ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സ്ട്രെസ് ഇല്ലാതെ ജോലി ചെയ്ത് ജീവിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പുതിയ വരുന്ന ആളുകൾ ഈ അറ്റ്മോസ്ഫിയർ കളയാതിരിക്കുക, ഈ അറ്റ്മോസ്ഫിയർ തന്നെ ജോലി ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പല മലയാളി സൂപ്പർവൈസർ, അതുപോലെ മലയാളികൾ, ഇന്ത്യക്കാർ സൂപ്പർവൈസറിലെ കീഴിലൊക്കെ ജോലി ചെയ്തുള്ള ആൾക്കാരുണ്ടാവും. അത് ഇവിടെ സർട്ടിഫൈഡായിട്ടുള്ള സൂപ്പർവൈസർമാരാണ് ജോലി ചെയ്യുന്നത്. കൂടുതലും ഫിനിഷ് ലാംഗ്വേജ് അറിയുന്ന ആളുകളാണ് ജോലി ചെയ്യുന്നത്. ഒരിക്കലും സർട്ടിഫൈഡ് അല്ലാത്ത സൂപ്പർവൈസറെ ഇവിടെ നിർത്തില്ല, ഇവിടെ ഒരു ജോബിനുണ്ടാവില്ല. എല്ലാവരും സർട്ടിഫൈഡ് ആയിട്ടുള്ള, അതായത് എക്സാം എഴുതിയിട്ട് ഉള്ള സൂപ്പർവൈസർമാരാണ്. അല്ലാണ്ട് ലീഡ്മാനോ, നിങ്ങൾ പുറത്ത് പോയിട്ട് ഇൻചാർജ് ആയിരുന്നു, ഞാൻ ഇവിടെ ലീഡ്മാൻ അവിടെ ലീഡ്മാൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ സൂപ്പർവൈസറായിട്ടുള്ള നിങ്ങൾക്ക് ഒരു പോസ്റ്റ് കിട്ടില്ല ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റാൻഡേർഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, പല കമ്പനികളും പാര വയ്ക്കുന്ന സ്വഭാവം, അതേപോലെ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും ഇവിടെ ഇങ്ങനത്തെ ഒരു മാനേജ്മെന്റ് കീഴിൽ നടപടി ആവില്ല. ഇവിടെ നടക്കുന്ന സംഭവമല്ല അത്. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ സ്റ്റാൻഡേർഡിലേ പോകാൻ പറ്റും. പിന്നെ ചില കമ്പനികളിലൊക്കെ ശമ്പളം കൂടുതലുണ്ട്. കുറേ കൊല്ലം നിൽക്കുമ്പോൾ അത് എല്ലാ കൊല്ലം നമുക്ക് ഇവിടെ ഇൻക്രീസ് ചെയ്യും, സാലറി ഇൻക്രീസ് ചെയ്യും. അത് സ്റ്റാർട്ടിങ് 6 months കഴിഞ്ഞിട്ട് നമുക്ക് അവരോട് ചോദിക്കാവുന്നതാണ് സാലറി ഇൻക്രീസ്. അല്ലാതെ തന്നെ ഗവൺമെൻറ്
യൂണിയൻ ഉണ്ട് ഇവിടെ. നമ്മൾ വന്ന അപ്പം തന്നെ യൂണിയനിൽ ചേരുക. യൂണിയനിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിയനിൽ ചേരുക. അത് കാരണം അൺഎംപ്ലോയ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് വളരെ വളരെ വലിയ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് യൂണിയൻ. വന്നപ്പോൾ തന്നെ യൂണിയൻ ചേരുക. ചില ആളുകൾക്ക് ഒരു പേടിയുണ്ട്. നാട്ടിൽ എല്ലാവരും നാട്ടിൽ ഗൾഫിൽ അങ്ങനെയുള്ള ഇത് ഫോക്കസ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ അതല്ല, നമ്മൾ എന്ത് ചെയ്താലും ഇവിടെ ഇവർക്ക് ഒരു പ്രശ്നമല്ല. ഏത് യൂണിയനിൽ ചേർന്നു എന്ന് വെച്ചിട്ട് നമ്മളെ തരം താത്തുക അങ്ങനെ ഒന്നുമില്ല. ഇവിടെ എല്ലാവരും യൂണിയനിലുള്ള ആൾക്കാരാണ്. അതായത് ഒരു മെറ്റൽ ഇൻഡസ്ട്രിയിൽ, ഏത് ഇൻഡസ്ട്രിയിൽ പോയാലും യൂണിയൻ മസ്റ്റാണ്. യൂണിയനിൽ ചേരണം നമ്മൾ. അപ്പോൾ ചിന്തയുണ്ടാവും, യൂണിയനിൽ ചേർന്ന് കഴിഞ്ഞാൽ എൻ്റെ ജോലിനെ ബാധിക്കും, എൻ്റെ ജോബ് മിസ്സാവോ, അവർക്ക് ഇഷ്ടപ്പെടില്ലേ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. കുറേ സംശയങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഒരു 2 വർഷമൊക്കെ നമ്മളൊരു ഫിനിഷ് മാനേജ്മെന്റ് കീഴിൽ അവിടെ കുറച്ച് വർക്ക്ഷോപ്പുകൾ മാറി മാറി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ കമ്പനിയാണ് ഫിൻലാൻഡിൽ. ഞാൻ മാറി കുറേ സ്ഥലങ്ങളിൽ നിന്ന് മാറി, പല പല ഏരിയകളിൽ നിന്ന് മാറി വന്നിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. എഴുതി വെച്ചിട്ടോ അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് പറയുന്നതല്ല. അപ്പോൾ അത് കാരണം ഇതിൽ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ബാക്കിയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സുജിത് വാസവൻ ബ്ലോഗ് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. എന്ത് കാര്യമാണെങ്കിലും എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക്സ് ഗൈസ്, ബൈ, ഹാപ്പി വീക്കെൻഡ്.